ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ഇന്നൊരു ഊട്ടി യാത്ര ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മോനുവിൻ്റെ സ്കൂളിൽ നിന്നാണ് അതിനുള്ള ഒരുക്കാട്ടോ. അത് നോർമൽ ഡ്രസ്സൊക്കെ ധരിച്ച് സാധാ ഒരു ചുരിദാറും ഒക്കെ ഇട്ടിട്ട് നല്ല സുഖമുള്ള ഒരു ചുരിദാറാട്ടോ. അധികം നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാത്ത അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മൾ ഊട്ടിയിലേക്ക് പോവുകയാണ്. ഊട്ടി ഇന്ന് സ്കൂളിൽ നിന്നാണ് പോണത് കേട്ടോ. അപ്പം മീറ്റിംഗ് ഒക്കെ കൂടിയപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു നമ്മളെ SMC മീറ്റിംഗ് കൂടിയ സമയത്ത് PTA കമ്മിറ്റിന്ന് ആരെങ്കിലും ഒക്കെ പോകണം. അപ്പൊ റജില പോയിക്കോളൂ, വേറെ ആരെങ്കിലും തുണക്ക് വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു രേവതി ബസ്സിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. 5 മണിയാകുമ്പോൾ ബസ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആയിക്കോട്ടെ പോയിക്കോളാം, ഞങ്ങൾ രണ്ടാളും ദിവേ ഞാനും പോവാറ്. ദിവേ നമ്മള് കമ്മിറ്റിയിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങനെ പോവാന്നൊക്കെ സമ്മതിച്ച് നിന്നു. പിന്നെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പോണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പൊ ടീച്ചർ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ ടീച്ചർ വൈകുന്നേരം തലേ ദിവസം വിളിച്ച് പറയണ്ടേ നിങ്ങൾ പോയിക്കോളിട്ടോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. എന്നാ എന്തായാലും ആയിക്കോട്ടെ, എന്നാ നമുക്ക് നമ്മൾ രണ്ടാളുള്ള ഒരു ടൂറ് നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. അങ്ങനെ പോയി. അങ്ങനെ നാട് കാണിച്ചവരൊക്കെ കയറി കഴിഞ്ഞ് ഞങ്ങൾ കുറേ വഴിയിലൊക്കെ എത്തി. നമ്മൾ 5 ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ ഇടയിൽ ഒരു പള്ളിയിലൊക്കെ നിർത്തി. അവിടെ സ്ത്രീകൾക്കും കൂടി നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ടീച്ചേഴ്സും ഞാനും ഒക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത് വീണ്ടും കേട്ടോ. പിന്നെ അതാ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കുട്ടികൾക്കും. നമ്മളെല്ലാവരും കഴിച്ചു. 11 മണി സമയമായപ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ ഈ കുന്നൊക്കെ കാണാനായിട്ട് കയറുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കയറുമ്പം വീണോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വേറൊരു രസമാണ് അല്ലേ. നമ്മളെ ഫാമിലീൻ്റെ കൂടെ പോകുമ്പോൾ അത് വേറൊരു വൈബാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും ഇങ്ങനെ പോവുക. ഒരു ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ആയിട്ട് ഓരതായിട്ടുള്ള ഓരോ രസത്തിൽ അങ്ങനെ പോകും. ഞാനും ദിവ്യയും നമ്മൾ രണ്ടാളും അങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ എല്ലായിടം കാണാനൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. കണ്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ അതാ കുട്ടികൾക്കൊക്കെ നല്ല രസം. ഒരു ചെറിയൊരു തണുപ്പുള്ളൂ കേട്ടോ. എനിക്ക് തീരെ തണുപ്പ് അങ്ങനെ തോന്നിയിട്ടില്ല ഇവിടെ ഒന്നും. കുറഞ്ഞൊരു തണുപ്പ്. ദിവ അവിടെ ഇറങ്ങിയ മുതൽക്ക് തണുപ്പാണോ പറഞ്ഞ് ഷോളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നിന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് തണുപ്പ് തോന്നണില്ല. ഈ ഒരു ക്ലൈമറ്റിന് ഇപ്പോൾ അധികം തണുപ്പില്ല എന്ന് തോന്നുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നല്ല സുഖമുണ്ട്. കാരണം നമുക്ക് ചൂടും അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. കുട്ടികളെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങിക്കണ്ട് നമ്മൾ തല വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഒരു രസം. എനിക്ക് കുറഞ്ഞ ഒച്ചയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് കുന്നൊക്കെ കയറി കണ്ടിറങ്ങിയപ്പോൾ അവിടെ എന്തൊക്കെ ഒരു പരിപാടികൾ പൊങ്കലാണ് ഇറങ്ങാൻ നമുക്ക് തന്നു. എല്ലാവരും ടേസ്റ്റ് നോക്കിട്ടോ. കുറേ ആൾക്കാരൊക്കെ വാങ്ങി. എൻ്റെ കയ്യിലൊന്ന് വെച്ച് തന്നപ്പോൾ ഞാനും ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി. പിന്നെ കഴിഞ്ഞ് നമ്മളിതായി ഇവിടെ എത്തി. നമ്മൾ ഈ മരങ്ങളൊക്കെ കണ്ട് കുറേ ഫോട്ടോ എടുത്തു. നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും എപ്പോഴും പോവാം ഊട്ടിയിലേക്ക് അല്ലേ. പക്ഷെ എന്നാലും നമുക്ക് അവിടുത്തെ ആ ഒരു ക്ലൈമറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും പോണത്. നല്ല സുഖമായിട്ട് കുറച്ച് നമ്മളെ നാട്ടിൽ ചൂടൊക്കെ ആകുമ്പോൾ ഊട്ടിയിലേക്ക് ഇറങ്ങാണ്ട് എല്ലാവരും പോകുമല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ ഇവിടുന്നും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ചില കുട്ടികൾക്കൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ ഞാൻ കുട്ടികളെ കുറേ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ സ്കൂളിൻ്റെ ചാനൽ ഇതിലിട്ട് മാഷ് എടുക്കുന്നുണ്ട് ഓരോ കുട്ടികളെയും ഫോട്ടോവും വീഡിയോസൊക്കെ. അപ്പം നമ്മൾ രണ്ടാളും നടക്കുന്നതും ഇരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും നമ്മൾ നിൽക്കുന്ന സ്ഥലം അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ അടുത്ത കുട്ടികൾക്ക് ഇതിലേക്ക് കയറി ഞാൻ കുറേ കട്ട് ചെയ്തതാ കേട്ടോ. കുട്ടികളൊക്കെ ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2 വീഡിയോയിലും കൂടി ഓല ആഡ് ചെയ്താൽ ശരിയാവില്ല കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്നും പിന്നെയും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമാണല്ലേ അങ്ങനെ പോകുമ്പം. ഒന്നുമില്ല, വീട്ടിലത്തെ ചിന്തകളൊന്നും ഇല്ല നേരത്ത്. അങ്ങനെ അവിടെ കുതിര ഉണ്ടായിരുന്നു കേട്ടോ. കുറേ കുതിരനെ കണ്ടൊരു പേടിയാ. വന്നാലും ഞാനൊന്ന് വീഡിയോ എടുത്തു. കുട്ടികൾ കുതിരൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കായലിൻ്റെ അടുത്ത് ഇങ്ങനെ പോയി നിന്ന് കുറേ നേരം കുറേ സമയം ഇവിടെ ഒക്കെ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലം ഇപ്പോൾ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ ചെന്ന് ഇരുന്ന് ഫുഡ് കഴിച്ചു. ചിക്കൻ കറിയും നെയ്ച്ചോറും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ടീ ഫാക്ടറിയിലേക്കാണ് പോയത്. അവിടുത്തെ നമ്മുടെ ടീ പൗഡറൊക്കെ ഉണ്ടാക്കൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട്
കുറേ നേരം ചുറ്റി 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 വന്ന് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പാർക്കിലെത്തി. അടിപൊളി, നല്ല രസമാണ് ഈ പച്ചപ്പിൽ ഇങ്ങനെ കുറേ നേരം സമയം ചെലവഴിക്കാൻ ഇരിക്കാനും. ഇപ്പൊ കുറച്ച് വൈകുന്നേരമായപ്പോഴേക്കിനെ തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് തണുപ്പ് എന്നുള്ളൊരു ഫീല് വന്ന് തുടങ്ങിയത്. പക്ഷെ എന്നാലും സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പുണ്ടായില്ല. ഞാൻ അവളോട് പറഞ്ഞു ഞാൻ തണുപ്പ് ആസ്വദിക്കുന്ന ആളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. ഞാൻ പിന്നെ തണുപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും എടുത്തിട്ടില്ല. എനിക്കറിയാം അങ്ങനെ എനിക്ക് കുറച്ചൊക്കെ തണുപ്പ് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാനൊരു ഇതിനൊന്നും ഉണ്ടാവില്ല എന്ന്, അങ്ങനെ ഞാനൊന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ എന്നിട്ട് ഓൾ എന്നോട് ചോദിക്കുക, നിങ്ങൾ ഏത് നേരം എ സിയിലായിരിക്കല്, അതുകൊണ്ടാണ് അത് തണുക്കാത്തത്. ഞാൻ എ സിയിലൊന്നും ഇരിക്കലില്ല, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തണുപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ കൂടെ ഞങ്ങൾ കുറേ നേരം നടന്നു. ടീച്ചേഴ്സും അതുപോലെ കുട്ടികളെയൊക്കെ ഫോട്ടോ എടുക്കലും വീഡിയോസും അവര് കുറെ റീലും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടാളും ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുക. അവള് പിന്നെ ഈ ഷാളൊക്കെ പൊറിച്ചിട്ട് ഞാൻ കുറേ വർത്താനങ്ങൾ, നമ്മൾ കുറേ കളിയാക്കലും അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ രസമായിട്ട് ഉണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം നമുക്ക് അടിപൊളി ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന്. അവിടുന്ന് പിന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്നും കുറെ ഫോട്ടോസ് എടുത്തു ഞങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോക്ക് വേറൊരു ഇതിലും ഫോട്ടോ ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. കുഴപ്പമില്ല, എന്നാലും കാണും ചെറുതായിട്ടൊക്കെ. പിന്നെ ഞാൻ ഷോർട്സിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഫോട്ടോ, അപ്പൊ നമുക്ക് ശരിക്ക് കാണും. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇരുട്ടായി തുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പർച്ചേസ് ഉണ്ടല്ലോ, അതിനായിട്ട് അവര് ഒരുക്കി റെഡിയാക്കി കൊടുത്തു. അവരിങ്ങനെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അങ്ങാടി കൂടെ താണ്ടോ. നല്ല രസമുണ്ട്, കുറേ അപ്പുറത്തും ഇപ്പുറത്തും സാധനങ്ങൾ എന്തൊക്കെ വേണ്ടിയെന്നില്ല. പിന്നെ അങ്ങനെ പോന്നു. ഞങ്ങള് ആ ടീ ഫാക്ടറിയിൽ നിന്ന് കുറച്ച് ചായപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പാക്കറ്റ് ഏലക്കൻ്റെ ഫ്ലേവറുള്ള അങ്ങനെ ഞങ്ങൾ പോന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും യാത്ര നാട്ടിലേക്ക് തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇടയ്ക്കരൊക്കെ എത്തിയപ്പോഴേക്കിന് രാത്രിക്കത്തെ ഫുഡും കഴിച്ചു. ചിക്കൻ മന്തി ആയിരുന്നു കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചത്. ആദ്യം സാധിക്കായിട്ടല്ല, അടുത്ത ടീച്ചേഴ്സൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. കുട്ടികളെ തിരിച്ചു വരുമ്പോഴും അടിപൊളിയായിട്ട് ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഊട്ടി യാത്രയുടെ വിശേഷങ്ങളും നമ്മുടെ കുറച്ച് വീഡിയോസൊക്കെ. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.